നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടി നോക്കിയാലോ. അപ്പോൾ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം പഴുത്ത പഴമാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 കോഴിമുട്ടയാണ്. അത്യാവശ്യം വലുപ്പമുള്ള കോഴിമുട്ടയാണ് കേട്ടോ. പിന്നെ മധുരത്തിന് ഏകദേശം ഞാൻ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അരക്കപ്പോളം പാലും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 നുള്ളൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഏകദേശം അരക്കപ്പ് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ട് അതൊന്ന് നിറം മാറി തുടങ്ങിയാൽ മതി. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, തേങ്ങാപ്പണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഏകദേശം ഒരു ഉന്നക്കായുടെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഒരു പാൻ ഒന്ന് നമുക്ക് നെയ്യൊന്ന് തടവിയതിന് ശേഷം അതിലേക്ക് ഈ പകുതി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ അടിയിൽ വേറൊരു പഴയ പാൻ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഏകദേശം 1-2 മിനിറ്റ് അത്രയും വേണ്ടുള്ളൂ. അതിനുശേഷം മേൽഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പണ്ട മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി മാവ് ഇതിൻ്റെ മേലെ കൂടെ എല്ലാവരുടെ ആവുന്നത് പോലെ ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനൊരു ഉന്നക്കായ പോളാന്നൊക്കെ പറയട്ടെ. നമ്മൾ മുമ്പേ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്, നമ്മൾ ഒന്നും കൂടി ഷോർട്സ് ആയിട്ട് ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ, മേൽഭാഗം സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം. പിന്നെ ഞാനിതിനെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ചൂടോടെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ചൂടൊന്നും കുറഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീട്ടിൽ കാണാം. ബൈ. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടി നോക്കിയാലോ. അപ്പോൾ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം പഴുത്ത പഴമാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 കോഴിമുട്ടയാണ്. അത്യാവശ്യം വലുപ്പമുള്ള കോഴിമുട്ടയാണ് കേട്ടോ. പിന്നെ മധുരത്തിന് ഏകദേശം ഞാൻ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അരക്കപ്പോളം പാലും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 നുള്ളൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഏകദേശം അരക്കപ്പ് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ട് അതൊന്ന് നിറം മാറി തുടങ്ങിയാൽ മതി. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, തേങ്ങാപ്പണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഏകദേശം ഒരു ഉന്നക്കായുടെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഒരു പാൻ ഒന്ന് നമുക്ക് നെയ്യൊന്ന് തടവിയതിന് ശേഷം അതിലേക്ക് ഈ പകുതി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ അടിയിൽ വേറൊരു പഴയ പാൻ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഏകദേശം 1-2 മിനിറ്റ് അത്രയും വേണ്ടുള്ളൂ. അതിനുശേഷം മേൽഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പണ്ട മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.